നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. കോലത്തിരിയും സാമൂതിരിയുടെയും കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പണ്ടൊരിക്കൽ കോലസ്വരൂപത്തിലെ രാജാവ് കോഴിക്കോട്ട് സാമൂതിരി രാജാവിനെ കാണാനായിട്ട് വന്നു. അന്ന് രണ്ടുപേർക്കും രാജഭരണമുള്ള കാലമാണ്. തമ്മിൽ കണ്ടാൽ രണ്ടുപേരും പുറമേ സ്നേഹം ഭാവിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും ഉള്ളിൽ പരസ്പരം മത്സരവും ആക്ഷേപവും ധാരാളമുണ്ടായിരുന്നു. കോലസ്വരൂപത്തിലെ രാജാവ് ഇങ്ങോട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് വേണ്ടതുപോലെ സൽക്കരിച്ചില്ല എങ്കിൽ മോശമാകുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ സാമൂതിരി രാജാവ് യഥായോഗ്യം സൽക്കരിച്ചു. ഊണ് കഴിഞ്ഞ് രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോലസ്വരൂപത്തിലെ രാജാവ് ആക്ഷേപമായി സാമൂതിരി രാജാവിനോട് ചോദിച്ചു, സാമൂരി കുത്തുമോ? സാമൂരി എന്നാൽ സാമൂതിരി എന്ന വാക്ക് ലോപിച്ചതാണ്. അതിൻ്റെ അർത്ഥം ഒരുമാതിരി മൂരി എന്നുള്ള അർത്ഥത്തിലാണ്. കോലസ്വരൂപത്തിൽ രാജാവ് ആക്ഷേപമായിട്ടാണ് അത് ചോദിച്ചത്. ഇത് കേട്ട് സാമൂതിരി രാജാവ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തിരിച്ചു ചോദിച്ചു, കോലത്തിരി കത്തുമോ? കോലസ്വരൂപത്തിലെ രാജാവിനെ കോലത്തിരി എന്നും വിളിക്കാറുണ്ട്. ഇത് കേട്ട് കോലസ്വരൂപത്തിലെ രാജാവ് കോലത്തിരി ചിലപ്പോൾ കത്തിയേക്കും, സൂക്ഷിക്കണം എന്ന് വീണ്ടും മറുപടിയായിട്ട് ആക്ഷേപമായി പറഞ്ഞു. അപ്പോൾ സാമൂതിരിപ്പാട് പറഞ്ഞു, കോലത്തിരി കത്തിയാൽ സാമൂരി കുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ചില നരമ്പോക്കുകളും ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും ഒക്കെ പറഞ്ഞ് രസിക്കുകയും അതിനുശേഷം കോലസ്വരൂപത്തിലെ രാജാവ് സന്തോഷഭാവത്തിൽ തിരിച്ചു പോവുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞ് കോലസ്വരൂപത്തിലെ രാജാവ് വിശേഷമായി പണി കഴിപ്പിച്ചിട്ടുള്ളൊരു പെട്ടി താക്കോലുകളോടുകൂടി ഒരു ഭൃത്യൻ്റെ വശം സാമൂതിരിയുടെ അടുത്തേക്ക് സമ്മാനമായി കൊടുത്തയച്ചു. ആ പെട്ടിക്കകത്ത് വെടിമരുന്ന് നിറച്ചിരുന്നത് കൂടാതെ പെട്ടി തുറന്നാലുടനെ വെടിമരുന്നിന് തീ പിടിച്ച് പെട്ടി തുറക്കുന്ന ആളുടെ മുഖവും ദേഹവുമെല്ലാം കത്താവുന്ന ഒരു സൂത്രവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോലത്തിരി കത്തുമോ എന്ന് സാമൂതിരിപ്പാട് മുമ്പ് ചോദിച്ചതിന് ഒന്ന് കത്തിക്കണമെന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഈ ചതിപ്രയോഗം നടത്തിയത്. ഭൃത്യൻ പെട്ടി താക്കോലോടുകൂടി സാമൂതിരിയുടെ അടുക്കൽ കൊണ്ടു ചെന്ന് കൊടുത്തു. കോലസ്വരൂപത്തിലെ രാജാവിൻ്റെ സമ്മാനമാണെന്നുള്ള വിവരവും അറിയിച്ചു. ഇത് കേട്ടപ്പോൾ സാമൂതിരി, ഇപ്പോൾ കോലത്തിരി രാജാവ് നമുക്കൊരു സമ്മാനം അയച്ചു തരാനുള്ള കാരണം എന്തായിരിക്കും എന്ന് വിചാരിക്കുകയും ഇതെന്തെങ്കിലും ചതിയായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം കൂടുതലായിട്ട് ആലോചിച്ചു. കോലത്തിരി കത്തുമോ എന്ന് നാം ചോദിച്ചതിനും ചിലപ്പോൾ കത്തിയേക്കും, സൂക്ഷിക്കണമെന്നാണല്ലോ മറുപടി പറഞ്ഞത്. അതിനാൽ ഇതിൽ കത്തുന്ന എന്തെങ്കിലും ആയിരിക്കും എന്ന് അദ്ദേഹം ഊഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പെട്ടി കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളത്തിൽ വെച്ച് തന്നെ തുറന്നു. അങ്ങനെ ഭൃത്യന്മാർ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടിക്കകത്ത് വെള്ളം കയറി വെടിമരുന്നെല്ലാം നനഞ്ഞു പോയതിനാൽ തീ കത്താതിരിക്കുകയും അപകടം സംഭവിക്കാതിരിക്കുകയൊക്കെ ചെയ്തു. ഈ സംഗതികളെല്ലാം കോലത്തിരി രാജാവിൻ്റെ ഭൃത്യന്മാർ തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു. തൻ്റെ പ്രയോഗം പാഴായിപ്പോയല്ലോ എന്ന് വിചാരിച്ച് കോലത്തിരി രാജാവിന് വളരെ ദുഃഖവും നാണക്കേടുമുണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞ് സാമൂതിരിപ്പാടും മേൽപ്രകാരം ഒരു പെട്ടി തൻ്റെ ഭൃത്യന്മാർ മുഖാന്തരം കോലത്തിരി രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. ആ പെട്ടി കോലത്തിരി രാജാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു, നാം അങ്ങോട്ട് ചെയ്തതിന് പകരം ഇതും ഒരു ചതിപ്രയോഗമായിരിക്കണം. നാം കൊടുത്തയച്ച പെട്ടി സാമൂതിരി വെള്ളത്തിൽ മുക്കിയിട്ടാണല്ലോ തുറന്നത്. അതുപോലെ ഈ പെട്ടിയും വെള്ളത്തിൽ മുക്കിയിട്ട് വേണം തുറക്കാൻ, അല്ലെങ്കിൽ അബദ്ധം പറ്റിയേക്കും എന്ന് വിചാരിച്ച് പെട്ടി വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ കടന്നൽ കൂടുകളായിരുന്നു. പെട്ടിക്കകത്ത് വെള്ളം കയറിക്കഴിഞ്ഞപ്പോഴേക്കും കടന്നലുകൾ അതികോപത്തോടുകൂടി ഇളകി വശായി. ആ സമയത്താണ് കോലത്തിരി രാജാവ് പെട്ടി തുറന്നു. കടന്നലുകളുടെ കുത്തുകൊണ്ട് കോലത്തിരി രാജാവ് വളരെ വിഷമിച്ചു. ഭൃത്യന്മാർ ഒരു വിധത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ചു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.